ഇപ്പൊ ചിരിച്ചിരിച്ച് വയ്യ. ഞാൻ ഈ സിസ്റ്റമാനത്ത് പറഞ്ഞിട്ട് വന്നേ ഉള്ളൂ. ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ഇപ്പൊ വെളിയിൽ പോയിട്ട് വന്നിട്ടില്ലേ, ഇപ്പൊ അരമണിക്കൂറായിട്ട് എന്നെ വിളിക്കുന്നു. എടാ എനിക്ക് ഒട്ടും വയറ് വയ്യാനാ, ഭയങ്കര വേദന, ഒട്ടും സഹിക്കാൻ വയ്യ, കരച്ചില്, അറ്റാക്കാണോ മറിച്ചതാണോ, ഭയങ്കര സീൻ. ഇതൊക്കെ ആയിട്ട് സിസ്റ്റർമാര് വേറെ ലെവൽ ചിരി. ഇവൻ എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ്, ടഫ് ലുക്ക് എന്നൊക്കെ ആശാനാണ് കേട്ടോ ഇവരുടെ. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ ആർക്കും അറിഞ്ഞൂടാ ഹാർട്ട് അറ്റാക്കും ഗ്യാസും എങ്ങനെ മനസ്സിലാക്കുന്നു. ഇവന്റെ കേസിൽ അടിവയറ്റുന്നാണ് വേദന, പിന്നെ മുകളിലോട്ട് എരിഞ്ഞ് കയറുന്നു. അപ്പൊ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാകാം അത് ഗ്യാസ് ആണെന്ന്. അല്ലാത്ത പക്ഷം നമ്മൾ അറ്റാക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ മധ്യ നെഞ്ച് ഭാഗത്തായിരിക്കും നല്ല വേദന. ഒരാനയൊക്കെ വന്നിരുന്ന എങ്ങനെയുണ്ടായിരിക്കും നമ്മുടെ നെഞ്ചിൽ, അത്രയ്ക്ക് വെയിറ്റ് ഒക്കെ ഇവിടെ തോന്നും കേട്ടോ. പിന്നെ ഹാർട്ട് ബീറ്റ് ഇട്ട് നമുക്കിങ്ങനെ ചെവിയിൽ ടക് 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 എന്ന് കേൾക്കാക്കും. അതിൻ്റെയോടൊപ്പം ചിലവർക്ക് ഇങ്ങനെ വിയർക്കും കേട്ടോ, നല്ല രീതിയിൽ വിയർക്കുമല്ലോ ചിലവരിങ്ങനെ ഓടി വരുമ്പോൾ, ആ രീതിയിൽ വിയർക്കും. കൈയുടെ വെള്ള ഭാഗവും ഇങ്ങനെ ഭാഗത്ത് നല്ല തണുപ്പ്, ആ രീതിയിലുള്ള ഫീലിംഗ് ഒക്കെ തോന്നും. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ അവന്മാര് വലിച്ച് കീറി ഒരു 10-15,000 രൂപയുടെ ഒരു ബില്ല്, അത്രയ്ക്ക് തരുമില്ലെങ്കിൽ ഒരു 2,500 ബില്ലെങ്കിലും മിനിമം തരും. ECG എല്ലാമൊക്കെ എടുത്ത്. ചെറിയ കാര്യമൊക്കെ ആണെങ്കിൽ നമ്മൾ അറിഞ്ഞാൽ നമുക്ക് ഗ്യാസിൻ്റെ ഇതൊക്കെ കഴിച്ചിട്ടങ്ങ് സെറ്റിലാക്കാം. അല്ലാതെ മറ്റേതൊക്കെ ആണെങ്കിൽ വെച്ചോണ്ടിരിക്കല്ലേ, നേരെ ഹോസ്പിറ്റലിലോട്ട് വിട്ടോ.